ഹലോ ഗൈസ്, വെൽക്കം ടു ക്യാഷ് ഹോൾഡർ മൂവി റിവ്യൂ ചാനൽ. ഇന്ന് പറയാൻ പോകുന്നത് ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇപ്പോൾ പറയാൻ പോകുന്നത് ഞാൻ അഭിനയിച്ച 2018 19 ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഓർമ്മയില്ല. ഗ്യാങ് ലീഡർ എന്ന സിനിമ ഇപ്പോൾ കണ്ടു തീർത്തതേ ഉള്ളൂ. ശ്യാംശേര കണ്ടിട്ട് വെറുത്ത് പോയി കിടക്കണോണ്ട് വേറൊരു നല്ലൊരു പടം കാണാൻ വിചാരിച്ചിരുന്ന് കണ്ടാണ്. നല്ല പടം, നല്ല പടമാണ്. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഞാനി, പ്രിയങ്ക അരുൾമോഹൻ്റെ ഫസ്റ്റ് മൂവി എന്ന് തോന്നുന്നു, കേട്ടോ അറിഞ്ഞൂടാ. കാർത്തിക ഗണസിംഹ, പിന്നെ ശരണ്യ പൊന്വനൻ, അതറിയില്ലെങ്കിൽ കളേഴ്സ് സിനിമയിൽ രാമയുടെ അമ്മയായിട്ട് ഒരാളുണ്ട് അവർ, പിന്നെ ലക്ഷ്മി ചേച്ചി പണ്ടിയാമ അങ്ങനെ കളിയാക്കാറുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ആ സിനിമയിൽ അഭിനയം എനിക്ക് അത്രയും പിടിച്ചിട്ട് സമന്തയുടെ അഭിനയമുണ്ട്. പിന്നെ ഈ പടത്തിൽ അഭിനയിച്ച് ചെയ്യണത് സത്യ എന്ന് പറഞ്ഞൊരു കോമഡിയിലുണ്ട്, അങ്ങനെ ചെറിയ റോളിൽ ഉണ്ട്. പിന്നെ വെണ്ണില കിഷോറുണ്ട്, പ്രിയദർശി എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട് തെലുങ്കിൽ, അവരുണ്ട് ഇതിൽ. പിന്നെ അനീഷ് കുരുവിള ഉണ്ട് പോലീസായിട്ട്. ചുരുടെ വില്ലനായിട്ട് കയറുന്ന ആളല്ലേ ഇപ്പം ഇതെന്ത് ഇതിൽ ഓരോരുത്തർക്കോരോ സമയത്ത് അഭിനയിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഒരു എന്തിനോട്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അടിപൊളി, വേറെ ലെവൽ പടം. ഈ പടത്തിന് IMDb കിട്ടിയത് 7.6/10. അത് വെറുതെ കിട്ടിയതല്ല എന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയ ഈ സിനിമ നമ്മൾ റിവ്യൂ പറയുമ്പോൾ. കാരണം അത്രയും നല്ല പടം. ഞാനൊക്കെ ഇങ്ങനത്തെ പടം ആക്കണത്, ഇങ്ങനത്തെ പടങ്ങൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാനിയുടെ കാര്യം വിടുക, ഇത് തെലുങ്കിൽ ഇങ്ങനൊരു പടം ഇറങ്ങാന്നൊക്കെ പറയണത് അപൂർവമായിരിക്കും. ഇങ്ങനത്തെ ജേണറിൽ വരുന്ന ഇത് ആക്ഷൻ കോമഡി അല്ല, തിരിച്ച് ഡാർക്ക് കോമഡി ആക്ഷൻ ഫിലിമാണിത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് റൊമാൻറ്റിക് സീൻസൊക്കെ ഉണ്ട്. പാട്ട് നല്ല പ്രാധാന്യമുണ്ട്. ത്രില്ലിങ് മോഡിൽ കാണാനാണെങ്കിൽ ഇരുന്ന് കണ്ടു നോക്കാം. ഇമോഷണൽ പാക്കേജ് ഉള്ളവർ, ഇഷ്ടപ്പെടുന്നൊരു ഡാർക്ക് കോമഡി, ത്രില്ലിങ്, ഇത് മൂന്നും കൂടി ചേർന്നിട്ടൊരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും കണ്ടു നോക്കാം. അല്ലാത്ത പക്ഷം കാണരുത്. പിന്നെ ഈ പടത്തിൽ മ്യൂസിക് അനിരുദ്ധിൻ്റെ ഫസ്റ്റ് തെലുങ്ക് മൂവിയാണെന്ന് തോന്നുന്നുണ്ട്. അനിരുദ്ധ് അടിപൊളിയായിട്ട് മ്യൂസിക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഫസ്റ്റ് അജ്ഞാതിവാസിയെന്ന് തോന്നുന്നു, രണ്ടാമത്തതാണ് ഇതെന്ന് തോന്നുന്നു. ഇതിന് മുമ്പ് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കണേ. പിന്നെ മ്യൂസിക്കും ബിജിയും കൊള്ളാം. ഡയറക്ഷൻ വിക്രം കുമാർ അങ്ങനെ എന്തൊരു പറഞ്ഞിട്ട് ഒരാളാണ്, അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ യു ആർ എ സൂപ്പർ ഡയറക്ടർ. പറയാൻ മറന്നതല്ലേ. താങ്ക് യു ഡയറക്ടർ, നിങ്ങൾ ഇനി നല്ലൊരു ഡയറക്ടർ ആവട്ടെ എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. പിന്നെ മാത്രമേ ഇവരോട് പറയാനുള്ളൂ. സിനിമാറ്റോഗ്രഫി കൊള്ളാം, സ്ക്രീൻ പ്ലേ അടിപൊളി, സ്റ്റോറി കൊള്ളാം. സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ പറയാൻ. സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ചോദിച്ചെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പം തന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ, 5 പേര് ക്യാൻസർ പിടിപെട്ട് കിടക്കുന്നു. അപ്പോൾ ഇവർ മരിച്ചു വേണമെങ്കിൽ ഇവർക്ക് ക്യാൻസർ ഉണ്ടെന്നുള്ളത് അറിയാതിരിക്കാൻ ഇവർ മരിച്ചു പോവുകയാണെങ്കിൽ അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി, അവർക്ക് നല്ല പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു റോബറിയാണ്. അതിൽ അതിലൊരു ആറാമനുണ്ടാവും. ആറാമൻ വില്ലൻ. കാർത്തിക ഗുണാസമ്മ ഞാൻ അങ്ങനെ കളിയാക്കി കളിക്കണ കേട്ടത്. അങ്ങേണ്ട അത് കണ്ടുകൊണ്ട് കൃഷ്ണ എന്ന് പറയുന്ന സിനിമ ഇതിലും നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഏതോ ഒരെണ്ണം ഉണ്ടായിരുന്നില്ല, അജിത്തിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, ഈ വാലുമൈ എന്ന സിനിമയിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഈ സിനിമ കാണുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ.
ബാക്കി പറയണ്ട, അത് ബാക്കി. എന്നിട്ട് അവരെ കൊന്നിട്ട് ആ ബാങ്കിലെന്ത് 300 കോടിയടേ. എന്തോന്നടേ 300 കോടി ഏതെങ്കിലും ബാങ്കിൽ വെക്കോടേ? എന്തോന്നടേ അടേ ബാങ്കിൽ 300 കോടി? എടേ ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കള്ളന്മാർക്ക് വന്ന് അടിക്കുന്നത് അടിക്കാൻ പറ്റാത്തതാണ് ആ സിനിമയിൽ അടിച്ചു ചെയ്യണത്. 300 അതും അടിച്ചുകൊണ്ട് പോയിട്ട് അവൻ റേസറാകും, വലിയ റേസറാകും. അപ്പോൾ കുറച്ച് 6 മാസം കഴിയുമ്പോൾ രമമ്മയും ലക്ഷ്മി ചേച്ചിയും ശരണ്യ ചേച്ചിയും പിന്നെ ഒരു അച്ചും പിന്നെ ഒരു വച്ചും പിന്നെ പ്രിയങ്കയും കൂടി റിവെഞ്ച് എടുക്കുകയാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ഇല്ലാണെന്ന് ഞാനിയുടെ അടുത്ത് ഇല്ലാണെന്ന് പറയും. ഞാനാണെങ്കിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ കോപ്പി റൈറ്റ് നോവൽ റൈറ്റർ. റിവെഞ്ച് നോവൽസ് മാത്രമേ എടുത്തുള്ളൂ, പക്ഷേ കോപ്പി റൈറ്റാണ് മാത്രം. എല്ലാ ഇംഗ്ലീഷ് പടം അങ്ങനെ 28 കോപ്പി അടിച്ച് ഇംഗ്ലീഷ് പടങ്ങളെ കണ്ട് കോപ്പി അടിച്ച് 28 നോവൽ എഴുതിയെടുത്ത ആൾ 29 ഒരു കോപ്പി റൈറ്റ് അടിക്കാമെന്ന് പറഞ്ഞിട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ വരും. അപ്പോൾ ഇവർ മനസ്സിലാവും ഇവൻ കോപ്പി അടിച്ച് വെച്ചിരിക്കണേ. എടേ ഞങ്ങൾക്ക് മനസ്സിലായല്ലോടേ, എന്തോന്നടേ അതല്ലോടോ. എന്നിട്ട് ഇവൻ്റെ സഹായം ചെയ്യണമ്പോൾ അത് ഇവൻ നിരസിക്കും. പിന്നെ ഇവൻ്റെ ഫ്രണ്ടുണ്ട് പ്രിയദർശിയാണ് റോഡ് ചെയ്തിരിക്കണത്. അവൻ ലോയർ, അവൻ ഇടയ്ക്കിരുന്ന് കാണിക്കാനുള്ളു. അവൻ വന്നിട്ട് പറയും, ഇത് കൊള്ളാമല്ലോ, നീ ഇത് മര്യാദയ്ക്ക് ചെയ്തോളണം, ഈ സ്റ്റോറി എഴുതുന്നു, നീ വല്ല പണക്കാരനാണ്, നിൻ്റെ ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഇവൻ അവരുടെ അടുത്ത് എന്നിട്ട് ഒരു ഗോൾഡൻ ക്ലാസ് എന്നിട്ട് നമുക്ക് റിവെഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിടിക്കും. എന്നിട്ട് ഇൻവെസ്റ്റിഗേഷനാണ്, ഫുൾ ഇൻവെസ്റ്റിഗേറ്റിംഗ്. അതിനിടയിൽ എന്തെങ്കിലും ഷോറുണ്ട്, എന്തിന് കയറ്റി കൊണ്ടുവന്നിരിക്കണമെന്ന് എനിക്ക് ഒന്നും മനസ്സിലായി. അയാളൊരു സ്പോയിലറാണ്, ബാക്കിയെല്ലാം കൊള്ളാം, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിൽ പിന്നെ ഇൻട്രോയിലാവുമ്പോൾ ഒരാണ് കാർത്തികയുടെ വില്ലൻ ക്യാരക്ടറിൻ്റെ ഇൻട്രോ. അവൻ്റെ സ്റ്റോറി കേട്ടാൽ അവൻ ഇത്രയും ബ്രൂട്ടലാണെന്ന് നമുക്ക് മനസ്സിലാവും. അവൻ അത്രയും വലിയ സൈക്കോയാണെന്ന് മനസ്സിലാവും. സൈക്കോ റേസർ അല്ല, സൈക്കോ കില്ലറിന് വേണമെങ്കിൽ പറയട്ടെ, ഇങ്ങനെ റിസാന്യ വില്ലൻ. എന്നിട്ട് അവൻ ഇൻ്റർവെല്ലിൽ നിന്ന് സിനിമ തീർക്കുമെന്ന് വിചാരിക്കും ചിലവരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും സിനിമ കണ്ടിട്ട്. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇങ്ങനെ സിനിമ തീർക്കാനാണെങ്കിൽ ഇവൻ വല്ല ഇറങ്ങി ഓടിയോ പോരായിരുന്നോന്ന്. അപ്പോഴേ ഞാൻ ഡ്യൂറേഷൻ നോക്കിയത് 2.5 മണിക്കൂർ ഇതായിരിക്കും. അപ്പോൾ ഇനി ഇവൻ്റെ ആ പൈസ തട്ടണം, പൈസ കൊള്ളടിക്കണം, ബൈക്കിൽ വിടണം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ച് അതൊക്കെ ഉണ്ട്. അങ്ങനെ കൊള്ളയടിച്ച് അവൻ കൊല്ലൂല ഇൻ്റർവെൽ ബ്ലോക്കിൽ, കൊല്ലൂല. അപ്പം മനസ്സിലായി അവൻ എന്താണ് പ്ലാൻ എന്നുള്ളത് മനസ്സിലായി, എൻ്റെ പ്ലാൻ എന്താണെന്നുള്ളത് മനസ്സിലായി, എങ്ങനെ റിവെഞ്ച് എടുക്കണമെന്ന് മനസ്സിലായി. പ്രഡിക്റ്റബിളാണ് സെക്കൻഡ് ഹാഫ് കട്ട പ്രഡിക്റ്റബിൾ. എന്നാലും പൊടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് പൊടി, സെക്കൻഡ് ഹാഫും പൊടി. അവനിൽ ഏകദേശം മാറ്റിയിരുന്നെങ്കിൽ പടം കുറച്ചും കൂടി 7.6 കിട്ടേണ്ട 8.6 കിട്ടിയാണ്, 8 സ്റ്റാർ കിട്ടിയാണ്, കറക്റ്റ് 8 സ്റ്റാർ. ഇത്രയും അടിപൊളി പടം. അനിരുദ്ധിൻ്റെ മ്യൂസിക്കലി എൻ്റെ പാട്ടൊക്കെ നൈസ്. അവസാനത്തെ ഗ്യാങ് ലീഡർ വെച്ചുണ്ടോ അങ്ങനെ എന്തെങ്കിലും ആണ്. വേർഡ്സ് കറക്റ്റായിട്ട് കിട്ടണില്ല, അതുകൊണ്ട് സോറി ഗൈസ്, തെറ്റിപ്പോയെങ്കിൽ സോറി. പിന്നെ ആ പാട്ടൊക്കെ നൈസായിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അനിരുദ്ധണ്ണ, വിക്രം കുമാർ, ഞാൻ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. വെണ്ണില ഈശ്വർ ഒഴികെ ബാക്കി എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ മോസ്റ്റ് സക്സസ് ആണ് ഈ സിനിമ. അവരുടെ സക്സസ് ആയിട്ടാണ് എനിക്ക് ഇത് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഈ സമയത്ത് ഇതിൻ്റെ ഒരു റീമേക്ക് വരാൻ
ഒരുപാട് സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ സ്റ്റോറി അടിപൊളിയാണ്. പോസിറ്റീവ് റിവ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. IMDb 7.6 സ്റ്റാർസ് കിട്ടിയിട്ടുണ്ട്. ബെഹൈൻ വുഡ്സിന് 3/5 ഇതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഒരു റീമേക്ക് ചിലപ്പോൾ ഹിന്ദിക്കാരായിരിക്കും അടിച്ചുകൊണ്ട് പോകാൻ പോകുന്നത്. അങ്ങനെ അടിക്കുകയാണെങ്കിൽ ഏത് നടൻ അത് അടിച്ചുകൊണ്ട് പോകുമെന്നുള്ളത് ഒന്ന് കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ടാറ്റ, ബൈ ബൈ, ഡെൽറ്റ വെസ്റ്റസ്.